ഡാ, നീ പോകാൻ ഇറങ്ങിയോ? ആ, ഞാൻ ഇറങ്ങുവാ. എന്താ അമ്മേ? നീ കുക്കുമോളുടെ കോളേജിന്റെ അതിലല്ലേ പോകുന്നത്? മോളെ കൂടി കൊണ്ടുപോ. അത് അവള് റെഡി ആവുന്നതേ ഉള്ളൂ. എനിക്ക് വേഗം ഹോസ്പിറ്റലിൽ എത്തണം. ആ, മോൾ റെഡിയായി കാണും, ഞാൻ വിളിക്കാം. നീ കൊച്ചിനെയും കൊണ്ട് പോയാ മതി. ഓ, എന്തൊരു കഷ്ടം ഇത്. മോളെ, കുക്കു കുക്കു മോളെ. വരുന്നമ്മേ. അല്ല, ഞാൻ എന്തിനാ ഇപ്പൊ ചിരിച്ചേ? എന്താ അമ്മ വിളിച്ചേ? മോള് കോളേജിൽ പോവുകയല്ലേ? ചെല്ല്, ദാ ഇവന്റെ കൂടെ പോയിക്കോ. ബസ്സിൽ എന്തായാലും തൂങ്ങി പിടിച്ച് പോകണ്ട. അത് അമ്മേ, ഞാൻ ഡോക്ടറിന്റെ കൂടെ. അതിനിപ്പോ എന്താ? നിങ്ങൾ ഭാര്യയും ഭർത്താവും അല്ലേ? ഏയ് അതല്ല, ഡോക്ടറിന് എന്തെങ്കിലും തിരക്ക് കാണുമല്ലോ, എനിക്ക് കുറച്ച് കഴിഞ്ഞു പോയാൽ മതിയായിരുന്നു. ഇത്തിരി നേരത്തെ ഇറങ്ങിയെന്ന് കരുതി ഒന്നുമില്ല. മാത്രമല്ല, നാളെ നിങ്ങൾ പോവുമല്ലേ? പ്രിൻസിപ്പാളിനെ കണ്ട് 2 ആഴ്ചത്തെ ലീവും പറഞ്ഞിട്ട് വേണം വരാൻ. ഡാ, നീ കൂടെ ചെല്ലണം മോളുടെ കൂടെ. ആ, നോക്കാം. ഡി, നീ വരുന്നെങ്കിൽ വേഗം വാ, എനിക്ക് പോയിട്ട് വേറെ ജോലിയുണ്ട്. അതെ, എൻ്റെ മോനായതുകൊണ്ട് പറയുമല്ല, കുറച്ച് അഹങ്കാരമുണ്ട്. ഒരു പൊടിക്ക് ഒതുക്കേണ്ട സമയമായി. ഞാൻ പറഞ്ഞത് മോക്ക് മനസ്സിലായല്ലോ അല്ലേ? ആ കാര്യം ഞാൻ ഏറ്റു. കൊറിയയിലൊന്ന് എത്തിക്കോട്ടെ അമ്മേ. അത് കേട്ടാ മതി അമ്മയ്ക്ക്. എന്നാൽ മോൾ ഇറങ്ങിക്കോ. ദേ, പോകുമ്പം എന്തേലും സാധനങ്ങൾ വേണമെങ്കിൽ പോയി മേടിച്ചോണം കേട്ടോ. അവനോടുകൂടി പറഞ്ഞേക്ക്. ആ ശരി അമ്മേ, എന്നാ ഞാൻ പോയിട്ട് വരാവേ. അതെ, ഒന്ന് വന്ന് വേഗം കേറോ. ഇനി താലപ്പൊലി പഞ്ചവാദ്യം വേണമായിരിക്കും. എന്റെ പൊന്നോ, ഒരു വട്ടം താലപ്പൊലി പഞ്ചവാദ്യം കൊട്ടി ഒരു മുതല് തലയിലായതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അപ്പോഴാണ് ഇനി വേറൊന്നും കൂടി. താങ്ങൂല മോനെ ഞാൻ. ഓ, തമാശയായിരിക്കും. ഒന്ന് പൊടി. താൻ പോടോ. നീ ഇതെങ്ങോട്ടാ? കോളേജിലേക്ക്. അതല്ല, നീ എന്തിനാ പുറകെ കയറിയിരിക്കുന്നത്? ഞാനാരാ, നിന്റെ ഡ്രൈവറോ? മര്യാദയ്ക്ക് മുന്നിൽ കയറിയിരിക്കടി. ഓ, ഞാൻ ഇനി മുന്നിൽ കയറി ഇരുന്നിട്ട് രാജാവിന് പിടിച്ചില്ലെങ്കിലോ എന്ന് കരുതിയാ പുറകെ ഇരിക്കാന്ന് വിചാരിച്ചത്. ആ, മതി മതി, ഒന്ന് വേഗം കേറ്. നിനക്ക് നാളെ പോകുമ്പോ കൊണ്ടുപോകാൻ വല്ലതും വാങ്ങിക്കണോ? ആ, കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് നേരത്തെ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയി സാധനം മേടിക്കാം. അതെ, നീ നിനക്ക് ആവശ്യമുള്ളത് തന്നെ പോയി അങ്ങ് മേടിച്ചാ മതി. എനിക്ക് വേണ്ടത് ഞാൻ മേടിച്ചോളാം. എന്റെ കൂടെ നീ വരണ്ട. അതിനാര് വരുന്നു? അമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ. ഓ, ആയിക്കോട്ടെ. പിന്നെ ഒരു കാര്യം, നമ്മുടെ കല്യാണം കഴിഞ്ഞ കാര്യവും ഇപ്പൊ നീ എന്റെ ഭാര്യയാണെന്നൊന്നും ആരോടും കൊട്ടിഘോഷിക്കാൻ നിൽക്കണ്ട. എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് പിന്നെ മീനാക്ഷി മിക്കവാറും നിന്നെ ചൊറിഞ്ഞോണ്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം നടക്കാൻ. സൂക്ഷിച്ചും കണ്ട് നടക്കാൻ അവൾ എന്താ ഞാൻ പോകുന്ന വഴിയിൽ വല്ല കുഴി കുത്തിയിടാൻ പോവുകയാണോ? എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം. അയ്യോ, അത് ഞാൻ കണ്ടതാ കുറച്ചു നാൾ മുമ്പ്. താൻ എന്ത് കണ്ടു എന്നാ? താനൊന്നും കണ്ടിട്ടില്ല. തനിക്കൊരു ചുക്കും അറിയില്ല. കോളേജ് എത്തി, ഇറങ്ങിക്കോ. കുക്കു, എന്താടി? നിന്നെ ഞാൻ എത്ര വട്ടം വിളിച്ചു, നീ എന്താ ഫോൺ എടുക്കാത്തെ? അത് ചാർജ് തീർന്നപ്പോ ഓഫായി പോയി. എടി, ഇന്ന് പി ജിക്കാർക്ക് ക്ലാസ് തുടങ്ങുമോ? അതിനിപ്പോ എന്താ? എടി, ആ ഗിരി ഇവിടെയാ പി ജിക്ക് അഡ്മിഷൻ എടുത്തേക്കുന്നത്. അയാളോ? നീ വന്നേ, പറയട്ടെ. ഇത് പറയാനാ ഞാൻ നിന്നെ വിളിച്ചോണ്ടിരുന്നത്. ആ, വരുവാ. ഡോക്ടർ പൊയ്ക്കോ. ഗിരി, ആ പേര് കേട്ടപ്പം അവളെന്തിനാ ഇത്ര വെപ്രാളപ്പെടുന്നേ? ആരാ അവൻ? അല്ല, ഞാൻ എന്തിനാ ഇതൊക്കെ ആലോചിക്കുന്നത്? ഏട്ടനോട് പറയണോ കുക്കുവിന് സംഭവിച്ച ഇൻസിഡന്റ്? ആരൊക്കെ ചേർന്ന് അവളെ? അല്ലെങ്കിൽ വേണ്ട, ഏട്ടൻ അറിയണ്ട. ഏട്ടനെന്നല്ല, ആരും അറിയണ്ട. ഇത് നിരഞ്ജനെങ്ങാനും അറിഞ്ഞാൽ അവൻ ഏത് സെൻസിൽ നിന്ന് എടുക്കുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. വേണ്ട, ഞാനായിട്ടൊന്നും പറയുന്നില്ല ആരോടും. അതാ കുക്കുവിന്റെ ജീവിതത്തിന് നല്ലത്. താൻ എന്താ ഈ ആലോചിക്കുന്നേ? ഞാൻ കുക്കുവിന്റെ കാര്യം ആലോചിക്കുമായിരുന്നു. എന്തൊക്കെയാ അവളുടെ ജീവിതത്തിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്? താൻ പറഞ്ഞത് സത്യോ? എന്തൊക്കെയാ ഈ ചെറുപ്രായത്തില് അവൾ അനുഭവിക്കുന്നത്? നിരഞ്ജൻ അവളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. ഏട്ടാ, നിരഞ്ജൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. അവൻ ഒരുപാട് ഇഷ്ടമായിരുന്നില്ലേ കുക്കുവിന്? ഇപ്പം എന്താ പറ്റിയവന്? അതൊക്കെ വലിയൊരു കഥയാടോ. മുഴുവനായിട്ട് ഒന്നും എനിക്ക് അറിയില്ല. പക്ഷെ അവനൊരു ഇഷ്ടം ഉണ്ടായിരുന്നല്ലോ. കുക്കുവിന് ശേഷം അവൻ സ്നേഹിച്ചത് അവളെയായിരുന്നു, അവളെ മാത്രം. ആരാ ഏട്ടാ അത്? മാധുരി വർമ്മ, അവന്റെ മാത്രം മധു. കോളേജ് കാലത്തെ ഒരു ഇൻഫാക്ടേഷൻ, അത്രയും ഞാനും അച്ഛനും അമ്മയൊക്കെ അവന്റെ ആ ഇഷ്ടത്തെ കണ്ടോളൂ. പക്ഷെ അവൻ സീരിയസ് ആയിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ MBBS എടുത്ത് ഡൽഹിക്ക് പോയി കഴിഞ്ഞാൽ അവൻ അവിടെ ജോയിൻ ചെയ്തത്. ആ കുട്ടി ഫസ്റ്റ് ഇയർ ആയിരുന്നു എന്ന് തോന്നുന്നു. ഇവൻ അവളുടെ സീനിയറും. നേരി കണ്ട രണ്ടും കീരിയും പാമ്പുമായിരുന്നു.
അത് പിന്നെ ഒടുക്കത്തെ കട്ട സീരീസ് പ്രണയമായി നിൽക്കുമ്പോഴാണ് നിരഞ്ജന് PG ചെയ്യാൻ കാനഡയ്ക്ക് പോകേണ്ടി വന്നത്. അപ്പോൾ ആ കുട്ടി നാട്ടിലെങ്ങാണ്ടായിരുന്നു. അവിടെ വെച്ചൊരു ആക്സിഡന്റിൽ മാധുരി മരിച്ചു. അത്രേ എനിക്കറിയാവൂ. മരിച്ചിട്ടിപ്പം 3 വർഷത്തോളം കഴിഞ്ഞു. പക്ഷെ അവൻ ഇപ്പോഴും ആ ഷോക്കിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. അതാ അവൻ കുക്കുവിനോട് എനിക്ക് മനസ്സിലാവും ഏട്ടാ, അവന്റെ ഉള്ളില് ഇങ്ങനെ ഒരു കനലുണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. അവന്റെ ഉള്ളിലെ ആ കനൽ കെടുത്താൻ കുക്കുവിന് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവള് നമ്മുടെ ആ പഴയ നിരഞ്ജന് നമുക്ക് തിരിച്ചു തരും. പിന്നെ കുക്കുവിനോടും പിന്നെ വേറെ ആരോടും താനിത് പറയണ്ട, അതവന് ഇഷ്ടമല്ല. ആ ശരി ഏട്ടാ. നിരഞ്ജ, എന്താ അമ്മാവ? മോനും നിരൂപും 2 ആഴ്ചത്തേക്ക് ലീവാണെന്ന് കേട്ടല്ലോ. ആ, ഞങ്ങളൊരു ട്രിപ്പ് പോകും അമ്മാവ, കൊറിയയ്ക്ക്. നാളെ പോകും. ആണോ? അളിയനും പെങ്ങളും ഉണ്ടോ കൂടെ? ഇല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അവർക്ക് 2 ആൾക്കും ഇവിടെ കുറച്ച് പണികളുണ്ട്, അതുകൊണ്ട് അവര് വരില്ല. ഞങ്ങൾ വരുന്നത് വരെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അമ്മാവ നോക്കിക്കോണേ. അതെന്ത് പറച്ചില്ല മോനെ, ഞാൻ നോക്കിക്കോളാം. ആ, അത് ഞങ്ങൾക്ക് അറിയാം അമ്മാവ. ശരി എന്നാ. കൊള്ളക്കൊള്ള സിസ്റ്റർ, ഇനി ഇന്നത്തേക്ക് ഡെലിവറി ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല ഡോക്ടർ. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങുക, കുറച്ച് പർച്ചേസിങ് ഉണ്ട്. ഓക്കെ ഡോക്ടർ. സമയം 3:30 ആയതേ ഉള്ളൂ. മാക്കറി കുഞ്ഞിനെ പോയി വിളിച്ചാലോ? അവക്ക് എന്തൊക്കെയാ വാങ്ങാനുണ്ടെന്നല്ലേ പറഞ്ഞത്. രാവിലെ കുറെ ഡയലോഗ് അടിച്ചിട്ട് ഇനി വീണ്ടും പോയാൽ മോശമാവും. ഇല്ലായിരിക്കും. ഇനി ആയാലോ? അല്ലെങ്കിൽ പിന്നെ അമ്മ പറഞ്ഞിട്ട് വന്നതാന്ന് പറയാം. അതാകുമ്പോൾ ഇലയ്ക്കും മുള്ളിലും കേടില്ലാതെ കാര്യം നടക്കും. എടാ മോനെ നിരഞ്ജ, എന്താണ് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്? ഡി, നീ അപ്പൊ നാളെ പോവുകയാണല്ലേ കൊറിയയ്ക്ക്? പോയി ഞാൻ എൻ്റെ ഒപ്പമാരെ എല്ലാരെയും കാണും. അങ്ങനെ 2 ആഴ്ചത്തേക്ക് നീ രക്ഷപ്പെട്ടു. അല്ല, ഹണിമൂൺ അല്ലേ? പോയി വന്നിട്ട് കഥയൊക്കെ പറയണേ. എന്ത് കഥ? 18+ ഒന്നും വേണ്ട, അത് നിങ്ങളുടെ പ്രൈവസി അല്ലേ. കൊറിയൻ ട്രിപ്പും കോൺസേർട്ടിന്റെ കഥ പറയാനെന്നാ ഉദ്ദേശിച്ചത്. ആ, ഞാനെന്ന് ആലോചിക്കട്ടെ. ആ മഴപ്പാറ്റ എന്നെ അവിടെ വല്ല കൊക്കയിലും തള്ളിയിട്ട് കൊന്നില്ലെങ്കിൽ ഞാൻ വന്ന് കഥ പറയാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ ഒരു കഥയാവും. ഡി, അതല്ലേ നിന്റെ ഹസ്ബൻഡ്? എന്റെ ഹസ്ബൻഡോ? അങ്ങേരെ ഹോസ്പിറ്റലിൽ ഇപ്പൊ വല്ല പെണ്ണിന്റെ ഡെലിവറി എടുക്കുമായിരിക്കും. എന്നാലേ ലേബർ റൂം ഇപ്പൊ ഇങ്ങോട്ട് മാറ്റിയെന്നാ തോന്നുന്നത്. ദേ നിൽക്കുന്നു നിന്റെ കെട്ടിയോ. ഇങ്ങനെന്താ ഇവിടെ? നിന്നെ കൊണ്ടുപോകാൻ വന്നതായിരിക്കും. ചെല്ല്. നിരഞ്ജനേട്ടാ. എടി, അത് ഗിരിയല്ലേ? അവനെന്തിനാ നിന്റെ ഹസ്ബൻഡിനെ വിളിക്കുന്നത്? ആ, എനിക്കറിയില്ലടി. നീ ഒന്ന് ചെന്ന് നോക്ക്. നിരഞ്ജനേട്ടാ, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. എടാ ഗിരി, നീ എന്താ ഇവിടെ? ഞാനിവിടെ PG ചെയ്യുക. ആണോ? ഗ്രേറ്റ്. നിനക്ക് സുഖമല്ലേ? ഇവര് തമ്മിൽ നേരത്തെ അറിയോ? അല്ല, ഏട്ടൻ എന്താ ഇവിടെ? വല്ല ചുറ്റിക്കളിയാണോ? ഒന്ന് പോയേടാ. അതുണ്ടാവില്ലല്ലോ. ഏട്ടൻ പറഞ്ഞ് എനിക്ക് അറിയാവുന്നതല്ലേ. എടാ ശബരി, ഏട്ടനിപ്പോ മുംബൈയിലാണ്. കല്യാണമൊക്കെ കഴിഞ്ഞ് അവിടെ സെറ്റിൽഡാ. നിരഞ്ജനേട്ടൻ വന്നായിരുന്നല്ലോ കല്യാണത്തിന്. ആ, വന്നായിരുന്നു. നീ എന്താടി ഇവിടെ? ഞാൻ ഇവിടെ നിൽക്കുന്നതിന് നിനക്കെന്താ? ദേ മോളെ, പണ്ടത്തെ പോലെ വെറുതെ വിളച്ചിലെടുക്കണ്ട. ഞാൻ വീട്ടിലേക്ക് ഒരു വരവങ്ങ് വരും. താൻ ഇത് കുറെ നാളുകൊണ്ട് പറയുവാണല്ലോ. എന്റെ വീട്ടിലെന്താ തനിക്ക് വേണ്ടി സദ്യ വിളമ്പി വെച്ചേക്കുന്നോ? ആ, എന്റെ കോഴ്സ് ഒന്ന് കഴിഞ്ഞോട്ടെ, സദ്യ ഞാൻ തീറ്റിക്കും. ഒന്ന് പോയേടാ ചെറുക്ക. ഡി കാന്താരി, നിന്നെ ഞാൻ എടുത്തോളാം. ആ, എടുക്ക. വരുമ്പോ നേരത്തെ പറയണേ, ഞാൻ റെഡി ആയിട്ട് നിക്കാം. ഒന്ന് പോടാ മരപ്പെട്ടി. കുക്കു, മതി, പോയി കാറി കയറ്. നിരഞ്ജനേട്ടന് കൃതിക്കേനെ എങ്ങനെ അറിയാം? അത് പറയാം. അല്ല, അതവിടെ നിൽക്കട്ടെ. നിനക്കെന്താ കൃതിക്കോട്? എന്താ അവളെ എടുത്തോളാം, വീട്ടിലേക്ക് വരാം എന്നൊക്കെ പറയുന്നത്? അതോ ഫസ്റ്റ് ഇയർ മുതൽ ഞാൻ അവളെ നോട്ടിട്ട് വെച്ചതായിട്ടാ. എനിക്ക് അവളെ ഇഷ്ടമാണ്. കുറെ ഞാൻ പുറകെ നടന്നു, പക്ഷെ അവള് മൈൻഡ് ചെയ്തില്ല. ഇനിയിപ്പം കോഴ്സ് കഴിഞ്ഞ് ജോലിയൊക്കെ ആയിട്ട് അവളുടെ വീട്ടിൽ ചെന്ന് ആലോചിക്കാന്ന് ഓർത്തിരിക്കുക. ആഹാ, ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഏട്ടാ. അല്ല, ഏട്ടൻ്റെ ആരാ കൃതിക? ആ, ഞങ്ങൾ തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ടടാ. പറഞ്ഞു വരുമ്പം അവൾ എന്റെ ഭാര്യയായിട്ട് വരും. ഭാര്യ ആരാന്ന്? ആ, എന്റെ വൈഫ്. നീ കുറച്ച് ലേറ്റ് ആയി പോയടാ മോനെ. 2 ദിവസം മുമ്പായിരുന്നു കല്യാണം. നാളെ ഹണിമൂണിന് പോവുക. എന്റെ ഭാര്യയെ വേറൊരുത്തിനെ കൊണ്ട് കെട്ടിക്കുന്നതിനെ പറ്റി ഞാൻ ചിന്തിച്ച് തുടങ്ങിയിട്ടില്ല. തുടങ്ങുമ്പം അറിയിക്കാട്ടോ. അപ്പോൾ ശരിടാ, ബൈ. അവന് പ്രേമിക്കാൻ എന്റെ ഭാര്യയെ തന്നെ വേണം. ഈശ്വര, അപ്പൊ അവളുടെ കല്യാണം കഴിഞ്ഞോ? അല്ല, ഇയാളെന്തിനാ ഇങ്ങോട്ട് വന്നേ? ആ, അത് പിന്നെ അമ്മ പറഞ്ഞു നിന്നെ കൂട്ടിക്കൊണ്ടുപോയി സാധനങ്ങൾ മേടിക്കാൻ. അതാ. ഓ, അതായിരുന്നോ? എന്റെ പൊന്നു വാവേ, നോണ നട്ടാ കുരുക്കാത്ത നോണ. ഇങ്ങനെ നോണ പറയാൻ നീ എവിടുന്ന് പഠിച്ചടാ നിരഞ്ജ? ചോദിക്കണോ അയാളോട്? അല്ലേ വേണ്ട.
ചോദിച്ച പറയൂ. ചോദിക്കാം. അതെ, ഇയാൾക്ക് അയാളെ എങ്ങനെ അറിയാം? ആരെ? ആ ഗിരീനെ. അവന്റെ ചേട്ടൻ ശബരിയും ഞാനും ഒന്നിച്ചാ മെഡിസിൻ പഠിച്ചത്, അങ്ങനെ അറിയാം. ഓ, അപ്പൊ അങ്ങനെയാണല്ലേ പരിചയം. അല്ല, അവന് നീയായിട്ട് എന്താ പ്രശ്നം? അതൊക്കെ എന്തിനാ ഇയാളിപ്പോ അറിയുന്നത്? അല്ല, അവനാള് ഡീസന്റാ, പിന്നെ നീ? പിന്നെ ഞാൻ ഡീസന്റ് അല്ലെന്നല്ലേ? ആ കാലം ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത് അന്ന് മുതൽ എന്റെ പിന്നാലെയാ. കോഴ്സ് കഴിഞ്ഞ് പോയപ്പോ ശല്യം തീരുമെന്ന് വിചാരിച്ചതാ, വീണ്ടും കെട്ടിയെടുത്തു. നാശം. ആ പോട്ടെ, അടങ്ങ് എന്റെ ഉണ്ണിയാർച്ചേ. ആരുടെ ഉണ്ണിയാർച്ച? ഓ, എന്റെ അല്ല, വല്ലവരുടെയും ഉണ്ണിയാർച്ച. നിനക്കെന്തൊക്കെ സാധനം വാങ്ങാനില്ലേ, അത് വാങ്ങിയിട്ട് പോകാം. ദൈവമേ, വിശന്നിട്ടാണെങ്കിൽ വയറ്റിനകത്ത് BTSന്റെ ഫയർ കേൾക്കുന്നുണ്ട്. ഇങ്ങനൊക്കെ ഒന്ന് ചോദിച്ചോട്ടെ, വല്ലതും കഴിക്കാൻ വേണമെന്ന്. ഡി, നമുക്കൊരു ചായ കുടിച്ചിട്ട്, അല്ലെങ്കിൽ വേണ്ട, ജ്യൂസ് കുടിച്ചിട്ട് വല്ലതും പോയി വാങ്ങി കഴിക്കാം. എനിക്ക് വിശക്കുന്നുണ്ട്, നീ വാ. കുക്കു, മോട കാണിക്കാതെ കൂടെ പോകുന്നതാ ഇപ്പൊ നിന്റെ വയറിന് നല്ലത്. ചേട്ടാ, ഒരു ഓറഞ്ച് ജ്യൂസും ഒരു കരിക്കും. ആർക്കാ കരിക്ക്? നിനക്ക് കരിക്ക് ഇഷ്ടമല്ലേ? വേറെ പറയണോ? വേണ്ട. ഇനിയർക്ക് ഇതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടോ? നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്തോ. തൽക്കാലം ഒന്നും വേണ്ട, നമുക്ക് പാഴ്സൽ മേടിക്കാം. വീട്ടിൽ ചെന്നിട്ട് എല്ലാരുമായിട്ട് കഴിക്കാം. എന്നാ പോയി മേടിച്ചോ. നിരൂപേട്ടന് ഉഴുന്നോടെയല്ലേ ഇഷ്ടം? അതെ. ചേട്ടന് നെയ്യപ്പം അല്ല, ഡോക്ടറിന് ഇഷ്ടം നെയ്യപ്പം അല്ലേ? അതെ. ഇത്ര വർഷം കഴിഞ്ഞിട്ടും ഇവക്ക് എന്റെ ഇഷ്ടങ്ങളൊക്കെ എങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുന്നേ? പക്ഷെ ഈ കിച്ചേട്ട എന്നുള്ള വിളി അതെനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാം വാങ്ങി. ഇനി ഷോപ്പിംഗ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പോകാം. നിങ്ങൾ ഒന്നിച്ചിങ്ങ് പോന്നോ? കുക്കുമോളെ, നിനക്ക് ഇവനെ എവിടെ നിന്ന് കിട്ടി? അമ്മയല്ലേ ഡോക്ടറിനോട് പറഞ്ഞത് ഞങ്ങൾ ഒന്നിച്ച് പോയി സാധനം വാങ്ങാൻ. ഞാനോ? ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലേ? അതെന്തേലും ആവട്ടെ, പോയി ഫ്രഷ് ആവ്, എന്നിട്ട് വന്ന് കാപ്പി പിടിക്ക്. വേണ്ട അമ്മേ, ഞങ്ങള് കഴിച്ചായിരുന്നു. ഞാൻ പോയി പെട്ടി പാക്ക് ചെയ്ത് എന്തോരം സാധനങ്ങൾ കൊണ്ടുപോകാനുള്ളതാ. സ്മൃതി, നീ കേട്ടോ? കേട്ടു. നരഞ്ചമ്പൂച്ച കണ്ണടച്ച് പാല് കുടിക്കാൻ തുടങ്ങിയോ? സംശയമില്ലാതില്ല. അതെ, ഞാൻ അതിലെ വന്നപ്പോ നിന്നെ കൂടി കൂട്ടാന്ന് കരുതി. വെറുതെ ബസ്സിൽ തൂങ്ങി പിടിച്ച് വരണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ നിന്നെ വിളിക്കാൻ വേണ്ടി വന്നത്, അല്ലാണ്ട് നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ, നെയ്യപ്പം തരാൻ വേണ്ടി വന്നതാ. അതോടെ വെച്ചോ, ഞാൻ പിന്നെ കഴിച്ചോളാം. ശരി. അല്ല, ഇനിയർക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. ഇനി വല്ല തേങ്ങയും വീണോ തലയില്? ചമ്മി നാറി. എല്ലാം എടുത്ത് വെച്ചല്ലോ അല്ലേ? എനിക്കുള്ളതെല്ലാം ഞാൻ എടുത്തു വെച്ചു. നിന്റെ പാസ്പോർട്ട് എടുത്തോണ്ട് വാ, ഞാൻ പിടിച്ചോളാം. അത് നാളെ തന്നാ പോരെ? എടുത്തോണ്ട് വാ, ഞാൻ എന്റെ പോക്കറ്റിൽ വെച്ചോളാം. ഇനി നിന്റെ കയ്യിലിരുന്ന് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോണ്ട. ഓക്കെ, എന്നാ പാസ്പോർട്ട്. ഇനി എന്നെ വിളിക്കരുത്, ഞാൻ ഉറങ്ങാൻ പോവാ. 3/8/1999. 23 വയസ്സല്ലേ ഇപ്പോൾ? പക്ഷെ അവള് ഡിഗ്രി ഫൈനൽ ഇയർ അല്ലേ? അപ്പൊ 21 വയസ്സല്ലേ വരേണ്ടത്? പിന്നെന്താ ഇതിങ്ങനെ? 2 കൊല്ലം ഇവള് എന്ത് ചെയ്യുമായിരുന്നു? എന്തേലും കൊണ്ടാവട്ടെ, മനുഷ്യൻ ഉറക്കവും വരുന്നു. മധു, നാളെ ഞാൻ കൊറിയയ്ക്ക് പോവാണ്. ഹണിമൂൺ എന്നാണ് വെപ്പെങ്കിലും ഹരിയെ കാണാതിരിക്കാൻ ഈ വഴിയേ എനിക്കുള്ളൂ. അവനെ കണ്ട ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കും തന്നെ അറിയില്ല. മാത്രമല്ല, ചില്ലറ പ്രശ്നമൊന്നുമല്ലല്ലോ ഞാൻ അവനായിട്ട് ഉണ്ടാക്കിയത്. മോനെ നരഞ്ച, വരാനുള്ളതൊന്നും വഴി തങ്ങില്ല. അതിപ്പോ ഓട്ടോ പിടിച്ചാണെങ്കിലും ഇങ്ങെത്തിക്കോളും. അതുകൊണ്ട് മോൻ കാത്തിരുന്നോ ഒരു കൂടിക്കാഴ്ചയ്ക്ക്. തൽക്കാലം നമുക്ക് കുറയ്ക്ക് പോവാം. ആത്മാവായത് ഭാഗ്യം. അതുകൊണ്ട് പാസ്പോർട്ട് വിസ എന്നാ വേണ്ടല്ലോ. തൽക്കാലം നീ നല്ലതുപോലെ ഉറങ്ങിക്കോ, നാളെ പോകേണ്ടതല്ലേ. പിന്നെ എന്റെ യൂങ്കിയൊപ്പം ഇപ്പൊ എന്ത് ചെയ്യുമായിരിക്കും? പ്രത്യേകിച്ച് എന്താ ചെയ്യാൻ, ആ ജീനിയസ് ലാബിൽ കുത്തിയിരിപ്പായിരിക്കും. മക്കളെ, ഇറങ്ങാനായില്ലേ? സമയമായി തുടങ്ങി. ഇതാ വരുന്നു വെച്ചാ. ഇതെന്താ കുക്കു, നിനക്ക് നിന്റെ ചേച്ചിയുടെ വട്ട് തുടങ്ങിയോ? ഇത് എത്ര പെട്ടിയാ? അത് ശരിയാണല്ലോ, ഇവക്ക് പിന്നെ കുറച്ച് വട്ടുണ്ടെന്ന് പറയാം. അല്ല, ഏട്ടത്തി എന്താ അവിടെ സ്ഥിരതാമസാക്കാൻ പോവുകയാണോ? വട്ട് എന്റെ മറ്റവക്ക്. ഞങ്ങൾ ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ.
ആഹാ, എങ്കിൽ പിന്നെ അവിടെ അങ്ങ് സ്ഥിരതാമസാക്കിക്കോ. എന്റെ വിയപ്പ് ഒരു വാക്ക് പറഞ്ഞ തന്നെയും കളഞ്ഞിട്ട് ഞാൻ അവിടെ നിൽക്കും. എന്നിട്ട് ഞാൻ അങ്ങേന്റെ കെട്ടിയോളായിട്ട് 3-4 കടുവക്കുട്ടികളെയും പ്രസവിക്കും. എന്റെ ഡെലിവറി എടുക്കാൻ ഞാൻ തന്റെ അടുത്ത് തന്നെ വരും. എന്തേ? ഇതെന്തോ കൂടിയ അസുഖമാണ്, ഇതിന് പരിഹാരമില്ല. ഇറ്റ്സ് ഇൻക്യൂറബിൾ. വാവ്. അല്ല സ്മൃതി, നിനക്കിനി ഏതെങ്കിലും കടുവ കുഞ്ഞുങ്ങള്? ഏയ്, എന്റേത് കടുവക്കുഞ്ഞല്ല, തറ കുഞ്ഞുങ്ങളാ. സബാഷ്. ആഹാ, നിങ്ങൾ എത്തിയോ? ആ സീമേ, എന്റെ ജയ, നിന്നെ നിമ്മീനെ ഇപ്പൊ കണ്ട ജസ്റ്റ് മാരീഡ് കപ്പിൾസ് ആണെന്നേ പറയും. അല്ല, ഇതിപ്പോ ആരുടെ ഹണിമൂണാ? ഫുൾ കൺഫ്യൂഷൻ ആയല്ലോ. ഡാ വേണ്ട കേട്ടോ, ആക്കിയത് മതി. എല്ലാം എടുത്തല്ലേ മക്കളെ, വാ ഇറങ്ങിക്കോ. നിങ്ങളെ എയർപോർട്ടിലാക്കിയിട്ട് വേണം, ഞങ്ങൾക്ക് ചില പരിപാടികളുണ്ട്. ഓഹോ, ഓൾഡ് മാംഗോ പീസുകൾ ഞങ്ങളിവിടെ ഇല്ലാത്തത് കൊണ്ട് അടിച്ചു പൊളിക്കാൻ പോവുകയാണല്ലേ? നടക്കട്ടെ. തിരിച്ചു വരുമ്പോ ഒന്ന് പോടാ ഇറക്ക. വാ പോകാം നമുക്ക്. പോയിട്ട് വരാടാ. ശരിയടാ, പോയി അടിച്ചു വിളിക്ക്. അച്ഛാ, അമ്മേ, പോയിട്ട് വരാവേ. ഹാപ്പി ജേർണി മക്കളെ. ഈശ്വര, തിരികെ വരുമ്പോഴേക്കും എല്ലാം കലങ്ങി തെളിഞ്ഞാൽ മതിയായിരുന്നു. കലങ്ങുന്ന കാര്യം ഉറപ്പാ, പക്ഷെ തെളിയുന്ന കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പുമില്ല സീമാമേ. എന്നാലേ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ടിക്കറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പൈലറ്റിന്റെ കൂടെ ഇരുന്ന് വേണം പോവാൻ. ചേട്ടൻ സുന്ദരനാണോ ആവോ? എനിവേ, ലെറ്റ്സ് ഗോ കൊറിയ. ഓപ്പാ, ഹിയർ വി കം. ഈശ്വരാ, എന്നെ, എന്റെ ഭർത്താവിനെ, എന്റെ മക്കളെയും കാത്തോണേ. അർജുനൻ ബാബുനൻ പ്രാർത്ഥന. എടി, നീ എന്താ ഈ ഇരുന്ന് ജപിക്കുന്നത്? ഞാൻ ആദ്യമായിട്ടല്ല മനുഷ്യ വിമാനത്തില്. അതാ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറുമ്പോൾ പേടി തോന്നിയല്ലേ ഇത് പ്രാർത്ഥിക്കണമെന്ന് കൊയ്ക്കല രാധ പറഞ്ഞായിരുന്നു. അവള് പുതിയ ജേഴ്സി പോയപ്പോ ഇത് പ്രാർത്ഥിച്ചായിരുന്നു. പുതിയ ജേഴ്സിയിലോ? പോയപ്പോഴോ? എടി, നീ ഉദ്ദേശിച്ചത് ന്യൂ ജേഴ്സി ആണോ? ആ, അതൊക്കെ തന്നെ. ഇതെന്താ വണ്ടി എടുക്കാത്തെ? ഒത്തിരി നേരം ആയാലും ഇതിനകത്ത് പിടിച്ചിരുത്തിയിട്ട്. ഡ്രൈവർ കയറിയില്ലേ? ഡ്രൈവറോ? ആ, വിമാനത്തിന്റെ ഡ്രൈവർ. എടി, അത് പൈലറ്റ്. ഓ, അതൊക്കെ എനിക്കറിയാം. നിങ്ങൾ എന്നെ കൂടുതൽ പഠിപ്പിക്കാനെന്ന് വരണ്ട. അവനും ഡ്രൈവറിന്റെ പണി തന്നെയല്ലേ ചെയ്യുന്നത്. ബാക്കി വണ്ടിയൊക്കെ റൂട്ടിലൂടെ പോകുന്നു, ഇവൻ ആകാശത്തൂടെ പോകുന്നു, അത്രേ ഉള്ളൂ. ഇതൊരു നടക്ക് പോവൂല. ഏട്ടാ, വിശക്കുന്നുണ്ടോ? ഇല്ല. എന്താ? ഉണ്ടെങ്കിൽ പറയണേ. എന്തിന്? എങ്ങനെ പോയാലും 10-13 മണിക്കൂർ യാത്രയുണ്ട്. എല്ലാവർക്കും വിശക്കത്തില്ലേ? ദേ നോക്കിക്കേ, ഞാൻ ചിപ്സും വാഴപ്പഴവും ഒക്കെ ഒരു കരുതലിന് എടുത്തിട്ടുണ്ട്. ഇത് മാത്രം ആക്കിയത് എന്തിനാ? കുറച്ച് കഞ്ഞി പയറും കൂടി എടുത്തുവിടായിരുന്നോ? അത് ഞാൻ ഓർത്തായിരുന്നു ചേട്ടാ, ഇത്തിരി പൊതിച്ചോറൂടെ എടുക്കാന്ന്. പിന്നെ ചീത്തായി പോകത്തില്ലേ, അതാ പിന്നെ ഞാൻ. എന്റെ പൊന്നെ നെമ്മി, നമുക്ക് എല്ലാവർക്കും ഉള്ള ഫുഡ് ഫ്ലൈറ്റിൽ നിന്ന് തന്നെ തരും. അയ്യോ, ഇത്രയും പേർക്കുള്ള ചോറും കറിയൊക്കെ തികയോ? ഇതിന്റെ അടുക്കള എവിടെയാ? ഞാൻ പോയി പിള്ളേർക്ക് നമുക്കുള്ളതൊക്കെ മാറ്റി വെച്ചിട്ട് വരാം, ഇല്ലെങ്കിൽ തികയത്തില്ലാന്നേ. എന്റെ നെമ്മി, അതൊക്കെ തികഞ്ഞോളും. നീ ഒന്ന് അടങ്ങിയിരിക്ക്. അത് വിളമ്പി തരാനൊക്കെ ഇവിടെ ആൾക്കാരുണ്ട്. അപ്പോ ഈ പാത്രവും കൈയൊക്കെ കഴുകി വെള്ളം എങ്ങനെയാ കളയുന്നത്? ഈ ജനൽ തുറന്ന് താഴേക്ക് ഒഴിച്ചാ മതിയോ? വേണ്ട, നമുക്ക് കുടിച്ചിറക്കാം. ആ, പറഞ്ഞിട്ട് എന്താ കാര്യം? വലിയ ഫ്ലൈറ്റ് ഒക്കെ തന്നെയാ. ഒരു പാട്ട് പോലും ഇവന്മാര് വെച്ചിട്ടില്ല. അല്ല, ഇതെന്താ സീറ്റിനുള്ളില് ടിവിയോ? ആ നെമ്മി, ഇതിലൂടെ ഉണ്ടല്ലോ നിനക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാം ഒക്കെ കാണാൻ പറ്റും. ആഹാ, ഇത് കൊള്ളാലോ. തിരിച്ചു പോകുമ്പോഴേ ഈ വിമാനത്തിലാണേലേ നമുക്ക് ഒരെണ്ണം എടുത്തോണ്ട് പോവാം. അയൽക്കൂട്ടത്തിൽ പോയി എനിക്ക് അല്പം ഷൈൻ ചെയ്യാലോ. അല്ല, സമയം എന്തായി? ആ, ഉച്ചാവാറായി. ആണോ? ഏഷ്യാനെറ്റിൽ ഇപ്പൊ സാന്ത്വനത്തിന്റെ ഇന്നലത്തെ എപ്പിസോഡ് കാണിക്കും. ഞാൻ കാണട്ടെ. ജയേട്ടൻ ചാനൽ ഒന്ന് റെഡിയാക്കിത്താ. ഈശ്വര, ഇവളെയും കൊണ്ടാണല്ലോ ഞാൻ കൊറിയയ്ക്ക് പോകുന്നത്. എന്റെ ആമ്പിള്ളേരുടെ അവസ്ഥ എന്തായോ എന്തോ.
ചേച്ചി ഹരിയാസിയോ ജുഗന്നോ. ഒന്ന് മിണ്ടാതിരിക്കടി, ഫ്ലൈറ്റ് ആണ്. ഞാനേ എന്റെ നാവ് കൊണ്ടല്ലേ മിണ്ടുന്നത്, അല്ലാണ്ട് തന്റെ നാവ് കൊണ്ടല്ലല്ലോ. ഇവളെ കൊണ്ട് അറ്റ്ലീസ്റ്റ് കുറച്ച് മാനേഴ്സ് എങ്കിലും കാണിക്ക്. മാനേഴ്സ് നോക്കി ഇരുന്നാലേ ഇയാള് പറയോ കൊറിയൻ? ഓ ഇവളാ ഞാൻ. ഓ, ഏത് നേരത്താണോ എന്തോ അവർക്ക് കൊറിയക്ക് തന്നെ ടിക്കറ്റ് എടുത്ത് തരാൻ തോന്നിയത്. എന്താടാ നീ ആലോചിക്കുന്നത്? ഓ എന്റെ പൊന്നേട്ടാ, ഏത് നേരത്താണോ എന്തോ ഇതിനെയും കൊണ്ട് എനിക്ക് ഇങ്ങോട്ട് ഇറങ്ങി പുറപ്പെടാൻ തോന്നിയതെന്ന് ആലോചിക്കുമായിരുന്നു. ഏട്ടൻ അറിയാവോ, അങ്ങോട്ട് പോകുന്ന കാര്യം തീരുമാനിച്ചപ്പോൾ തന്നെ എന്നെയും കൂട്ടി ഈ കുരുപ്പ് ഷോപ്പിൽ പോയി മേടിച്ചത് എന്താന്നൊക്കെ അറിയോ? എന്താടാ? കൊറിയൻ സംസാരിക്കാൻ 1001 വഴികൾ, മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള ഒറ്റമൊഴികൾ. അതിലേതൊക്കെയോ പരീക്ഷണം അവള് മുഖത്ത് കാണിച്ച് കൂട്ടുകയും ചെയ്തു. BTSന്റെ കിലോ കണക്കിന് ഫോട്ടോ കാർഡ്സ് ആണ് വാരിക്കെട്ടി അവളുടെ പെട്ടിക്കകത്ത് വെച്ചിരിക്കുന്നത്. അതൊക്കെ പിന്നെ സഹിക്കാം. രാത്രി ഉറക്കത്തിൽ കിടന്ന് ഇടയ്ക്കിടെ നെറ്റി എണീറ്റ് ഏതോ സാരാംഗിനോട് ഒപ്പിടാൻ പറയുന്നത് കേൾക്കാം. ഏതവനാണോ എന്തോ അവൻ. ഈ സാമാനത്തെയും കൊണ്ടാണല്ലോ ഞാൻ കൊറിയക്ക് വിമാനം പിടിച്ചേക്കുന്നത്. നിനക്കത്രയല്ലേ ഉള്ളൂ. ഇവിടെ ഒരുത്തി രാത്രി കിടന്ന് കാറോ, ജിമിന ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, പറ്റിപ്പോയി, എന്നെ വെറുക്കല്ലേ, എന്നോട് ക്ഷമിക്കണേ, ഞാൻ അറിയാതെ ചെയ്തതാന്നൊക്കെ പറഞ്ഞു. അതിന്റെ ഇടയിൽ നീ പറയുന്ന പോലെ ആരോടോ ഒപ്പിടാൻ ഇവളും പറയുന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ചൈനീസ് ക്യാബേജ് മുറിച്ച് അതിലെന്തൊക്കെയോ പുരട്ടി ഭരണിയിലാക്കി പൊതിഞ്ഞു വെക്കുന്നതും കണ്ടു. എന്തിനാണാവോ എന്തോ. ഇതിന്റെ ഇടയ്ക്ക് കണ്ണാടിയിൽ നോക്കി ഇറോക്കെ ഇറോക്കെ എന്ന് പറയുന്നത് കേൾക്കാം. ഞാൻ വിചാരിച്ചത് ഇറുക്കെ കെട്ടിപ്പിടിക്കാൻ വല്ലതായിരിക്കുമെന്ന്. ഞാൻ ചെന്ന് കെട്ടിപ്പിടിച്ചപ്പോ ഇവിടെ ചോദിക്കാം, എനിക്ക് ഈ ഒരു വിചാരം മാത്രമേ ഉള്ളൂ എന്ന്. ഈശ്വര, ഏട്ടത്തിക്കും ഉണ്ടായിരുന്നോ ഈ അസുഖം? നിരുപേട്ട എന്തോ എന്താ ഫ്ലൈറ്റ് എടുക്കാത്തെ? എനിക്കാണെങ്കിൽ എക്സൈറ്റ്മെന്റ് കേറിയിട്ട് ഇങ്ങനെ ഇരിക്കാൻ വയ്യ. ആണോ? എങ്കിൽ കുറച്ചു നേരം എഴുന്നേറ്റ് നിൽക്ക്. നിരുപേട്ട ചുമ്മാ കളിയാക്കാതെ. ഇതാരാ സ്മൃതി ഈ ചെറുക്കൻ? ഇതാരാന്ന് അറിയില്ലേ നിങ്ങക്ക്? ഇല്ല. ആരാ? ദൈവമേ, ഇനി വല്ല മഹാത്മാവും കൊറിയയിലെ രാജാവും വല്ലതും ആണോ? ഇതാരാന്ന് നിങ്ങക്ക് അറിയില്ലേ? ഒരു ഡോക്ടറായിട്ട് പോലും പിന്നെ എന്തിനാ മനുഷ്യൻ നിങ്ങൾ MBBS എടുത്തത്? ദൈവമേ, മെഡിക്കൽ സയൻസിൽ ഇങ്ങനെ ഒരു അവതാരത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലുമില്ലല്ലോ. ഇനി ഞാൻ പഠിക്കാത്ത ചാപ്റ്ററിലുള്ളതായിരുന്നു. കയ്യില് ഗൂഗിൾ ഇല്ലേ, ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക് ഇതാരാന്ന്. പാക് ജിമിൻ ആരാന്ന് അപ്പൊ അറിയാം. അവളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മെഡിക്കൽ സയൻസ് കുറച്ച് പാടുപെടും. ഈ മുതലൊക്കെ ഇങ്ങനെ ചാടി മറിയാൻ എന്താണാവോ ഈ കുടിക്കുന്നത്. എന്തൊരു ഫോട്ടാങ്ങിയത് കുറ്റം പറയാൻ പറ്റില്ല. നിരുപേട്ട, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ശോ, എനിക്ക് വയ്യ. എന്താ സ്മൃതി, ഇവിടെ വെച്ച് വേണോ? കൊറിയ ചെന്നിട്ട് പോരെ? അയ്യേ അതല്ല, ഏട്ടൻ ജിമിൻഷിയുടെ ഫിൽറ്റർ കണ്ടിട്ടുണ്ടോ? പുല്ല്, അവനെ തന്നെ ഇപ്പോഴാ കണ്ടത്. അപ്പോഴാ അവന്റെ ഫിൽറ്റർ. ഹോ, എന്തൊരു ചാമിങ് പേഴ്സണാലിറ്റി ആണെന്ന് അറിയാവോ? ലിറ്ററലി an angel. കല്യാണത്തിന് മുമ്പ് കൊറിയക്ക് എങ്ങാനും ഞാൻ പോയിരുന്നേല് ഇപ്പൊ ഏട്ടനിരിക്കുന്ന സ്ഥാനത്ത് ഒരു പക്ഷെ എന്റെ ജിമിൻഷി ഇരുന്നേനെ. ഇവനോ? ദൈവമേ, ഇവന്റെ കോൺസേർട്ട് കൂടാനല്ലേ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. അവിടെ ചെന്നെങ്ങാനെ അവനൊന്ന് കണ്ണിറുക്കി കാണിച്ച ഇവളെങ്ങാനെ എന്നെ തട്ടിയിട്ട് അവന്റെ കൂടെ പോവോ? ഇവൻ എന്റെ ദാമ്പത്യ ജീവിതത്തിൽ മിക്കവാറും ഒരു വില്ലനാവും. Smooth like butter, like criminal undercover. എന്തിനെങ്ങനെ നോക്കുന്നേ? ഇങ്ങോട്ട് എനിക്കങ്ങ് നാണം വരുമോ? അവസാനം നമ്മൾ തമ്മിൽ കാണാൻ പോവാണ്. കാഞ്ചനമാല മൊയ്തീനെ പ്രേമിച്ച പോലെ. അല്ല, അത്രയൊന്നുമില്ല എന്നാലും. പഴംപൊരി ബീഫ് കറി പ്രേമിച്ച പോലെ, നൂഡിൽസ് ഒപ്പയുടെ ചുണ്ടിനെ പ്രേമിച്ച പോലെ, ചോപ്സ്റ്റിക്സ് മുട്ടയെ പ്രേമിച്ച പോലെ ഞാനും പ്രേമിച്ചു പോയപ്പാ. യെസ്, ഐ ആം ഇൻ ലവ്. സാരാംഗി ഒപ്പ. ദേ പിന്നെ സാരാംഗിനോട് ഒപ്പിടാം. ഇത് ഏതവനാ ഇവക്ക് ഇത്ര ഒപ്പിട്ട് കൊടുക്കാനായിട്ട്? അവനാരാ? RBI ഗവർണറോ? ഇവൾ ഒരുപാട് വളർന്നിരിക്കുന്നു. എന്ത് വിശ്വസിച്ച് ഞാൻ ഇവളുടെ കൂടെ ഒരു മുറിയിൽ? എൻ്റെ ചരിത്രം. എന്നാലും ഇവനാണോ ആ സാരാംഗ്? എൻ്റെ അത്രയും പോരാ. എന്താ? ഇല്ല, വെറുതെ ഒന്നുമില്ല, വെറുതെ നോക്കിയതാ. അങ്ങനെ ഇപ്പൊ നോക്കണ്ട. അതെ, ആരാ അത്? ഓ ഇതോ, ഇതെന്റെ വിയപ്പ. വിയപ്പയോ? വിയപ്പ. കോപ്പ എന്ന് വെച്ചാ പാത്രം. അപ്പോ വിയപ്പ എന്ന് വെച്ചാ? അല്ല, ആരാ ഈ സാരാംഗ്? എന്തോ? നീ 24 മണിക്കൂറും പറയുന്നത് കേൾക്കാലോ. അത് സാരാംഗി എന്നാ പേരല്ല.
ഓ, അല്ലാണ്ട് ആമ്പിള്ളാരുടെ പേരല്ലല്ലേ? സമാധാനമായി. എന്തിന്? അതൊന്നുമില്ല. അല്ല, അവൻ നിന്റെ ആരാ? എൻ്റെ എല്ലാം ആണ്. എന്തേ? ഓ, അവൻ ഈ പറഞ്ഞ പോലെ താടിയും മീശയും 6 പാക്കും ഒന്നും ഇല്ലല്ലോ. പിന്നെ എങ്ങനെ എല്ലാം ആയി? അയാളെ താനല്ലാത്തതുകൊണ്ട് എനിക്കിഷ്ടായി. മാത്രല്ല ഹി സൂപ്പർ കൂൾ, ഹോട്ട്, സെക്സി, ക്യൂട്ട്, ഹാൻസം. നിങ്ങളോ മിസ്റ്റർ റൂഡ്, അരോഗന്റ്, അൺറൊമാൻറ്റിക് മൂരാച്ചി. പൊടി. താൻ പോടം. അവൻ സൂപ്പർ കൂൾ ഹാൻസം, ഞാൻ റൂഡ് അല്ലേടി? നിനക്ക് ഞാൻ കാണിച്ചു തരടി. എന്റെ റൊമാൻസ് നീ ഒന്ന് കണ്ടു നോക്ക്. നിന്നെ ആകാശം വിട്ട് പൊക്കിയിട്ട് താഴെ കിടന്നത് ഞാൻ കാണിച്ചു തരാം. എന്നാലും ഇവനാളും കൊള്ളാം. പക്ഷെ എൻ്റെ അത്രയും പോരാ. ലെവൽ ഇത് എന്ത് കണ്ടിട്ടാണോ നീ തിളക്കുന്നത്? അല്ലേലും മുറ്റത്തെ മുല്ലയ്ക്ക് മണയില്ലല്ലോ. അപ്പാ, we are coming. ഇവക്ക് ഇത്രയും ഒപ്പിടുന്ന ഇവന്മാരിതാരാ? കുറച്ച് വെള്ളം തരുമോ അരിയിലും? തൊണ്ടയൊക്കെ വറ്റുന്നു. അവളെയും കുറ്റം മാറ്റി കാര്യമില്ല. ഇതൊക്കെ കണ്ട ആരാ വീണു പോകാത്ത? ഇവന്മാർ ഒരേ പൊടിയല്ലേ. പൊട്ട, കുറെ നേരം ആയാലും ഇതിനകത്ത് കയറി ഇരിക്കുന്നു. തനിക്കൊന്ന് എടുത്താൽ എന്താ? ഒന്ന് വേഗം എടുക്കണോ? എത്രയും വേഗം എനിക്ക് അവിടെ ചെന്നിട്ട് വേണം യോഗ്യപ്പെട കൂടെ ഒരു കൊലാബറേഷൻ നടത്താൻ. മാത്രമല്ല കൂട്ടത്തില് വേറെ ചില കൊലാബറേഷൻസ് എനിക്ക് കാണാനുണ്ട്. ഇനി ഞങ്ങളുടെ കളികൾ അങ്ങ് കൊറിയയിലാണ് മക്കളെ. സോ ലെറ്റ്സ് ഗോ കൊറിയ.